നേരമില്ല, അല്ലെങ്കിൽ നോക്കായിരുന്നു. തൃശ്ശൂര് കോർപ്പറേഷൻ സ്റ്റേഡിയം, പാലസ് റോഡ് അല്ല, പാലസ് ഗ്രൗണ്ട്, തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം, അവിടെയാണ് നാളെ 31 ഉച്ചതിരിഞ്ഞ് 6 മണി മുതലാണ്. 4 മണി തൊട്ട് എൻട്രി തുടങ്ങും. ടിക്കറ്റ് വില കുറച്ചു. പ്രത്യേകിച്ച് ശരിക്ക് 500 അത് ക്ലോസ് ചെയ്തു. ഇപ്പൊ 1000 ആണ്. ശരിക്ക് ഇപ്പൊ 5000 വെക്കേണ്ടതാണ്. പക്ഷെ കുറച്ച് കോളേജസ് ഒക്കെ സ്പെഷ്യൽ റിക്വസ്റ്റ് പറഞ്ഞു, സ്റ്റുഡൻസിന് വരാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് 1000 രൂപയ്ക്ക് തന്നെ നൽകണം എന്ന് പറഞ്ഞപ്പോ ഇനി 1000 രൂപ തന്നെ ആക്കി, കൂട്ടുന്നില്ല. പിന്നെ നാളെ മുതല് രാവിലെ മുതൽ വെന്യൂല് സൈറ്റില് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. കൗണ്ടറിൽ നേരിട്ട് വരുന്നവർക്കും അവിടെ വാങ്ങാവുന്നതാണ്. അല്ല, ഇത് ആദ്യം ഫിക്സ് ചെയ്തതാ, അതിനുശേഷമാണ് മരണം ഉണ്ടായത്. നമുക്കറിയില്ലല്ലോ എങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. വെല്ലുവിളിയായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടില്ല. കാരണം ഈ മരണം എപ്പോ വരും, ഞാനാണെങ്കിലും നിങ്ങളൊക്കെ ആണെങ്കിലും ജനനം മരണം, ജനിക്കുമ്പോ കുട്ടി ആണാണോ പെണ്ണാണോ, മരണം എപ്പോൾ, ജനനത്തിനും മരണത്തിനും ഇടയിൽ ആരെ എവിടെ വെച്ച് എപ്പോൾ കണ്ടുമുട്ടുന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. പിന്നെ ഓരോ സ്ഥലത്തും നമുക്ക് ഇവരോടൊക്കെ സ്നേഹമുണ്ട്, നമ്മളെ വിട്ടു പോകുന്നതിൽ വിഷമമുണ്ട്. നമുക്ക് അവരെ ഓർക്കാം, അവരെ നല്ല കാര്യങ്ങള് അങ്ങനെയാണ്. ഇപ്പോ പലരും പല രീതിയിലാണ് അത് എടുക്കുന്നത്. ഓരോ സ്ഥലത്തെ കൾച്ചറാണ് ഓരോരുത്തരുടെ. ഇപ്പൊ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഊട്ടിന്ന് ഒരു ദിവസം വരികയായിരുന്നു. അപ്പൊ കുറെ ആൾക്കാര് വഴിയില് ആഘോഷിച്ച് മുമ്പോട്ട് പോവാണ്. അപ്പൊ കസാരയില് ഒരാളെ ഇരുത്തിയിട്ടുണ്ട്, സിഗരറ്റൊക്കെ കത്തിച്ച് കണ്ണാടിയൊക്കെ വെച്ച് അടിപൊളി എന്നെ പോലെ ക്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരാള്. അപ്പൊ മുമ്പോട്ട് പോവാണ്. അപ്പൊ നമ്മൾ നോക്കിയപ്പോ നല്ല രസമാണ്. ചെണ്ടൊക്കെ കൊട്ടി ഡാൻസ് കളിച്ച്, ഞങ്ങൾ ഇറങ്ങി ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ കുറച്ച് ദൂരം പോയി. ചേട്ടാ എന്നൊക്കെ പറഞ്ഞ്, അണ്ണ എന്നൊക്കെ പറഞ്ഞ് ഷെയ്ക്കിന്റെ അടുത്തപ്പോഴാണ് കൈ തണുത്തിരിക്കുന്നു. അപ്പോ മരിച്ച കേസാണ്. അപ്പൊ മരിച്ചത് അവര് ആഘോഷമായിട്ട് കൊണ്ടുപോവാ, ഒക്കെ നല്ല വീശിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോ നമുക്ക് ആദ്യം ഈ അമേരിക്ക പോകുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കാണുമ്പോൾ ഒരു സർപ്രൈസ് ആയി. പിന്നെ അവര് പറയുന്നത് ശരിയാണ്, ഈ വ്യക്തി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു, ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെട്ടു, അയാൾ രക്ഷപ്പെട്ടു. അയാൾ രക്ഷപ്പെട്ടതിന്റെ സന്തോഷം നമ്മൾ ആഘോഷിക്കുകയല്ലേ വേണ്ടത്. അയാൾ രക്ഷപ്പെട്ടില്ലേ എന്നുള്ളത്. അങ്ങനെയൊക്കെ കാഴ്ചപ്പാടുകൾ നോക്കുമ്പോൾ അതും ശരിയാണ്. എന്നാൽ നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് നമ്മൾ കരയുകയാണ്. ഇതൊക്കെയാണ്. എന്തായാലും ഇപ്പൊ മുമ്പോട്ട് പോവുകയാണ് അതുമായിട്ട്. വയനാട്ടിൽ നിന്ന് അനുമതി കിട്ടിയിട്ടില്ല എന്നല്ല, വയനാട്ടിൽ നിന്ന് മാറ്റാനുള്ള കാരണം വയനാട്ടിലുള്ള 2 വ്യക്തികൾ ഹൈക്കോർട്ടിൽ ഹർജി കൊടുത്തു. വയനാട്ടിൽ ഇങ്ങനെ മരണം പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ആഘോഷം നടത്താമോ, ഇവർക്ക് നടത്താൻ പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവർ കൊടുത്തത്. പക്ഷെ അവര് ബുദ്ധിപൂർവ്വം കൊടുത്തത് അവസാന സമയത്ത് കൊണ്ട് കൊടുത്തു. അപ്പോ കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. കോടതി പറഞ്ഞു നടത്തണോണ്ട് വിരോധമില്ല, പക്ഷെ വയനാടിനെ സംബന്ധിച്ച് കളക്ടറുടെ പെർമിഷൻ എടുത്തിട്ട് നടത്താവൂ. അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു രീതി. വയനാടിനെ സംബന്ധിച്ച് ഒരു കമ്മിറ്റി ഉണ്ട്. അപ്പൊ കമ്മിറ്റി പോയി കഴിഞ്ഞപ്പോ ആ പെർമിഷൻ കിട്ടാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും. അപ്പൊ അത്രയും ദിവസം മതിയാവില്ല ആ പെർമിഷന്. അവർ സ്ഥലം വന്ന് ഇൻസ്പെക്ട് ചെയ്ത് ഒക്കെ ചെയ്തിട്ട് വേണം, എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ, സേഫ് ആണോ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പൊ അതിനെന്തായാലും മിനിമം ഒരു ആഴ്ച മിനിമം എടുക്കും. ആ സമയത്തിനുള്ളിൽ അപ്പോഴേക്ക് ഇത് തീർന്നു പോകും. അങ്ങനെ ഒരു ലോക്ക് ഇട്ടിട്ട് സമയമൊക്കെ നോക്കി പണി തരാൻ ഉദ്ദേശിക്കുന്നവര് അങ്ങനെയാണല്ലോ, പണി തരാനാണ്. അവസാനം എന്തായി, കളക്ടർ ഇവരൊക്കെ പറഞ്ഞു പെർമിഷൻ തരാം എന്ന് പറയുമ്പോഴേക്കും അത് 28-ാം തീയതി കഴിയും പെർമിഷൻ കിട്ടാൻ എന്ന് മനസ്സിലായി വരാൻ. അപ്പൊ അവസാന നേരത്തെ ഇനി എന്തെങ്കിലും പറഞ്ഞ് കിട്ടിയില്ലെങ്കിലോ എന്നോർത്തിട്ട് അത് നേരത്തെ കൂട്ടി ഇങ്ങോട്ട് മാറ്റി, റിസ്ക് എടുക്കാതെ. അപ്പൊ പണി തന്നതാണ്, ഞാൻ പണി സ്വീകരിച്ചിരിക്കുന്നു.
പക്ഷെ ഒരു വിഷമമുള്ളത് അവിടെ റിസോർട്ട് ഓണേഴ്സ് എന്നെ വിളിച്ചിട്ട് സങ്കടം പറയാ. കാരണം എല്ലാ റിസോർട്ടും ഫുള്ളായി. ഇപ്പൊ ബോച്ചയുടെ ഈ സൺബേൺ മാറുന്നു എന്ന് പറഞ്ഞപ്പോ റിസോർട്ട് ക്യാൻസലേഷൻസ് വന്നു തുടങ്ങി. അപ്പൊ ബോച്ച എങ്ങനെയെങ്കിലും നടത്താൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാ എന്നുള്ളത്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നടത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് മേപ്പാടി അവിടെ വയനാട്ടിലും ഓൾമോസ്റ്റ് ആ ഏരിയയിലുള്ള എല്ലാ കടകളിലെ മിനറൽ വാട്ടർ പോലും തീർന്നു പോയി. അവരെന്നോടൊക്കെ വന്ന് നന്ദി പറഞ്ഞു. 1 മാസത്തെ കച്ചവടം ഞങ്ങൾക്ക് കിട്ടി ബോച്ചെ. അത്രയും വലിയ ഉത്സവമായിരുന്നു. അപ്പോൾ ടൂറിസം കടക്കാർക്കും വയനാട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു കാര്യമാണ്. പക്ഷെ ഈ 2 വ്യക്തികൾ അതൊന്നും ചിന്തിക്കുന്നില്ല. പിന്നെ അതിന് മാത്രമല്ല, ഇപ്രാവശ്യത്തെ നടത്തുന്നത് ഒരു നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന 10-25 ലക്ഷം ലാഭം വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കായി അവിടെ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാനും 400 പേരെ സൗജന്യ പാസിലൂടെ അവിടെ കൊണ്ടിരുത്തി മുമ്പിലിരുത്തി അവരെ കൊണ്ട് ഇതിന്റെ ഭാഗമാകാൻ, അവരുടെ പ്രശ്നങ്ങളൊക്കെ മറക്കാൻ ശ്രമിക്കണല്ലോ. ഒരു മാനസിക ഉല്ലാസം. ഇതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ വീണ്ടും അവരെ ദുഃഖത്തിലാഴ്ത്തല്ല വേണ്ടത്. നമ്മളൊക്കെ മറക്കണം. മറവി മനുഷ്യർക്ക് ഉള്ളതാണ്. അതൊരു സിസ്റ്റമാണ്, പ്രക്രിയ ഉള്ളതാണ്, പാർട്ട് ഓഫ് സയൻസ് ആണ്. അപ്പൊ അതിലേക്ക് ഒക്കെ കൊണ്ടുവരാൻ നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടി 1 രൂപ പോലും ലാഭം എടുക്കാതെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത്. പിന്നെ ഇതൊക്കെ എനിക്കൊരു പാഷനാണ്. ചില ബിസിനസ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ടെങ്കിലും ചില സംഭവങ്ങളൊന്നും ലാഭനഷ്ടം നോക്കിയിട്ടൊന്നുമല്ല, അങ്ങോട്ട് നടത്തുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നടത്തിയത് ടിക്കറ്റ് ഇല്ലാണ്ടാണ്. അപ്പോ 40 ലക്ഷം രൂപ കയ്യിൽ നിന്ന് ചെലവാക്കിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ന്യൂ ഇയർ നടത്തി. ഫ്രീ കൊടുക്കണ്ടെന്ന് ചോദിച്ചു. കാരണം ഫ്രീ കൊടുക്കുമ്പോൾ ബിയോണ്ട് ദ ലിമിറ്റ് ആൾക്കാർ വരികയാണ്. ടിക്കറ്റ് വെക്കുമ്പോൾ നമുക്കൊരു 5000 അല്ലെങ്കിൽ അതിനുള്ളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു അബദ്ധം പറ്റിയത് കഴിഞ്ഞ പ്രാവശ്യം ട്രാഫിക് ബ്ലോക്കായി, കുറേ ട്രാഫിക് ബ്ലോക്കായിട്ട് ഒരുപാട് പേര് കുടുങ്ങിപ്പോയി. അതുകൊണ്ട് ഇപ്രാവശ്യം എസ്റ്റേറ്റിനകത്ത് ബോച്ചെ 1000 ഏക്കറിൽ 60ഓളം കിലോമീറ്റർ റോഡൊക്കെ കിടക്കണം. എത്ര 1000 വണ്ടി വന്നാലും അതിൻ്റെ ഉള്ളിൽ കയറ്റിയാൽ പാർക്ക് ചെയ്യാം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗേറ്റ് ലോക്ക് ചെയ്തിട്ട് അവർ വിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ അത് രണ്ടും കറക്റ്റ് ചെയ്തിട്ട് ഇപ്രാവശ്യമൊക്കെ വെൽ പ്ലാൻഡ് ആയിരുന്നു. ഇല്ല, അവസാനം പെർമിഷനൊക്കെ കിട്ടാനായി, എല്ലാം ആയി. പക്ഷെ അപ്പോഴേക്കും നമ്മൾ ഇങ്ങോട്ട് മാറ്റുകയാണ് ഉണ്ടായത്. ഞാൻ ആക്ച്വലി ബാംഗ്ലൂരാണ് പ്ലാൻ ചെയ്തത്. കാരണം ബാംഗ്ലൂർ എനിക്ക് ബോച്ചെ ക്ലബ്ബ്, റെസ്റ്റോറന്റ്, പിന്നെ ബോച്ചെ ഡിസ്കോത്തിക്ക്, പിന്നെ ബ്രൂവറി, ബീറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മള് അവിടെ നടത്താമെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റിയാണ് ഇതിന് വേണ്ടത്. പിന്നെ ഞാൻ ആലോചിച്ചു വയനാടിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, വയനാട് ടൂറിസം ഒന്ന് പൊക്കി കൊണ്ടുവരണം. പിന്നെ എൻ്റെ 1000 ഏക്കർ അവിടെയുണ്ട്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഗുണമാണല്ലോ, ഒരു വിൻ വിൻ സിറ്റുവേഷൻ അല്ലേ. മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ, വയനാട്ടിന് വേറെ വലിയൊരു സംഭവം ഇല്ല. അപ്പൊ അവർക്ക് വലിയൊരു കാര്യവും പിന്നെ ഗസ്റ്റുകളൊക്കെ അങ്ങോട്ട് വരുമല്ലോ എന്നോർത്തിട്ടാണ് അത് വയനാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ശത്രുക്കള് കൂടുതലൊന്നും ഇല്ല, അത്യാവശ്യത്തിന്. അതിപ്പോ ഓരോ ബിസിനസ് തുടങ്ങുമ്പോഴും ആ ബിസിനസ് ഫീൽഡിലുള്ള കുറച്ച് പേർക്ക് അവര് ശത്രുക്കളല്ല, ഫ്രം ദ ഹാർട്ട് അവർക്ക് ശത്രുത ഇല്ലെങ്കിലും ആ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ബോച്ചെ വന്ന് ഇതൊക്കെ വെറുതെ കൊടുക്കും, കോമ്പറ്റീഷൻ ആവും, ടെൻഷൻ ആവും എന്നുള്ളത് കൊണ്ട് കുറച്ച് പേര് അങ്ങനെ ഉണ്ടാവും. അതെ, ഞാൻ ആരും ഉപദ്രവിക്കാനോ ഒരു ദോഷത്തിനോ ആരും പറ്റിക്കാനോ ഒന്നും പോയിട്ടില്ല. എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം കൊടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് പേഴ്സണലി ആർക്കും എന്നോട് വൈരാഗ്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബിസിനസ് അല്ലേ. പിന്നെ ഞാൻ എല്ലാം ആലോചിക്കും ഇതിന് എന്താ മാർഗം ഇങ്ങനെ ശത്രുത ഇല്ലാതെ. കാരണം എന്റെ മുദ്രാവാക്യം കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്നാ, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാം. പക്ഷെ ഒരു 90% അത് സാധ്യമാവുള്ളൂ, 100% സാധ്യമാവില്ല. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോ എന്താ, ബിസിനസ് മൊത്തം നിർത്തേണ്ടി വരും. ഒരു ബിസിനസ്സും ഇല്ലാതെ, കയ്യിൽ ഒരു പൈസ ഇല്ലാതെ വഴി കൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇത്തിരി ശത്രുത മനോഭാവം ഉണ്ടാവാം. ഇവിടെ ലിമിറ്റഡാ, ടിക്കറ്റ് വെച്ചിട്ടാണ്. ഇപ്രാവശ്യം ഞാനല്ല കണ്ടക്ട് ചെയ്യുന്നത്, ഞാൻ സ്പോൺസർ ചെയ്യുന്നേ ഉള്ളൂ. ഇവന്റ് മാനേജ്മെന്റ്
അസോസിയേഷൻ, കോർപ്പറേഷൻ ആൻഡ് വ്യാപാരി വ്യവസായി സമിതി ഇവരൊക്കെ കൂടെയാണ് ഇത് നടത്തുന്നത്. ഞാൻ സ്പോൺസർ ചെയ്യാണ്. അതുകൊണ്ട് അവരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. അതിനുവേണ്ടി വളരെയധികം അവര് പോലീസ് വന്ന് ചെക്ക് ചെയ്യലും പിടിക്കലും ബാരിക്കേഡ് തിരിക്കലും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ വളരെ സേഫ് ആയിട്ടാണ് ചെയ്യുന്നതെന്നാണ് അവരൊക്കെ അറിയിച്ചിട്ടുള്ളത്. പലപ്പോഴും ബോച്ചയുടെ കൂടുതലായിട്ട് വിമർശനം വരുന്നത് ഈ സംസാര ശൈലിയാണ്. അതായത് രണ്ടർത്ഥം വെച്ചുള്ള സംസാരം, ഡബിൾ മീനിങ് രീതിയിലുള്ള സംസാരം. ഈടായിട്ട് തന്നെ ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് ഒരു നടിയെ, ഹണി റോസ് എന്ന നടിയെ കുന്തി ദേവിയായിട്ട് അഭിസംബോധന ചെയ്തെന്നുള്ള രീതിയിൽ കുറെ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്നത് പൊതുവേദിയിൽ വെച്ചിരുന്നത് ശരിയാണോ? അങ്ങനെ രീതിയിൽ അല്ല, അതിപ്പോ എന്താ ഓരോരുത്തര്, ഞാൻ നടീനെ പറഞ്ഞോളൂ, വെടിന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടുക്കുകയാണ്. അവര് ഒരു സ്ത്രീയാണ്, അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല. ഒന്നാമത് ഈ എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും, ബോച്ചെ അവിടെ അണിറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ, ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ചെ, എങ്ങനെ കിട്ടോ, എത്ര, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാ. സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് ഈ യാതൊരു ബന്ധവും ഇല്ല. എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നെസ്സും ഇല്ല. എനിക്ക് എന്റേതായ ഫ്രണ്ട്സ്, എന്റേതായ ഒരു മേഖലയുണ്ട്. അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു, അവർക്ക് അവരുടേതായ റെമ്യൂണറേഷൻ കൊടുക്കുന്നു. മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട്, ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ്, എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത, അതൊക്കെ തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മാന്യതയും കാര്യങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ പ്രൊഫഷൻ ഉണ്ട്, അവരുടേതായ വരുമാനമുണ്ട്, കാര്യങ്ങളുണ്ട്. അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാന്നൊരു എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്റെ അറിവില് ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല. ഒരു തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാവും ഉദ്ദേശിച്ചത്. ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട്, കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു. പിന്നെ എന്താ പറയാ, ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ, അക്ഷരങ്ങളൊന്നും. അക്ഷരത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ അല്ലേ വാക്യത്തിൽ പ്രയോഗിക്കുക, അങ്ങനെ എഴുതുക, അങ്ങനെ തിരിച്ചെഴുതുക, കൂട്ടി എഴുതുക, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്. അപ്പൊ ഇതില് മോശമായി തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. കുന്തി ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, ശരിക്കും അങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. അപ്പൊ ഓപ്ഷൻ ഉണ്ട്. ഞാൻ എൻ്റെ സ്റ്റാർ ജെമിനിയാണ്. ജെമിനി എന്ന് പറയുമ്പോൾ ഡ്യുവൽ ക്യാരക്ടറാണ്. ഇന്നത്തെ മൂഡല്ല നാളത്തെ മൂഡ്, ഡിഫറെന്റ് റോളിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോ രണ്ട് ഓപ്ഷൻ ഉണ്ട് എന്നിൽ. എങ്ങനെ എടുക്കാം, അങ്ങനെ എടുക്കാം, എങ്ങനെ വേണേ എടുക്കാം. ചിരിക്കാൻ താല്പര്യമുള്ളവര്, കൂളാവുന്നവര്, ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര്, എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ എടുക്കാം. സീരിയസ് ആയിട്ടുള്ളവർക്കൊക്കെ മറ്റേ അർത്ഥത്തിൽ എടുക്കാം. എന്നെ ചീത്ത പറയാം, ഒരുപാട് പേര് അപ്രിഷിയേറ്റ് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു എന്റെ വീഡിയോ. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ. ഇപ്പൊ ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് ഇന്ന് 30 ലക്ഷത്തോളമായി. ഒക്കെ പോസിറ്റീവാണ്. ഒരു 10 പേര് അവിടെ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. അത് അവര് ഫേമസ് ആവാനാവാം, അല്ലെ അവര് പുണ്യാളന്മാരായതുകൊണ്ടാവാം. പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ അപ്പനുണ്ടായതല്ലേ, എനിക്കറിയുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഉണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയുമ്പോ 2 ഓപ്ഷൻ ഉണ്ട്. കുറെ പേര് ഇങ്ങനെ എടുക്കും, കുറെ പേര് അങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്കറിയാം. എന്നോർത്തിട്ട് ഇപ്പൊ നമ്മള് സിനിമ വരുമ്പോ കണ്ടിട്ടില്ലേ, തമാശ പടങ്ങളുണ്ട്. ഏതൊന്നാളൊരു സിനിമയില് ഭയങ്കര തെറി പറയുന്നത്, ചുരുളി. അപ്പോ തമാശ പടമുണ്ട്, സീരിയസ് പടമുണ്ട്. അത് ഓരോരുത്തരുടെ ചോയ്സാ. ഏത് തിയേറ്ററിൽ ഏത് സിനിമ കാണണം എന്നുള്ള ഒരു ചോയ്സാ. ഇവിടെ വലിയ ചോയ്സാണ്. ടിക്കറ്റ് എടുക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് ഫിലിം കാണാം, ചിരിക്കാം, സന്തോഷിക്കാം. അങ്ങനെയുള്ളവർക്ക് വെൽക്കം. അതാണ്. സോഷ്യൽ മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണോ ഈ സംസാര ശൈലി കൊണ്ടുവന്നതെന്നുള്ള പല രീതിയിലുള്ള സംസാരം വരുന്നുണ്ട്. മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രമായിട്ടല്ല, മാർക്കറ്റിംഗ് കൂടെ അതിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ഗുണകരമായ കാര്യമാണ്. എനിക്ക് ഇപ്പൊ ഇതിൽ വരുന്നതിലും മുമ്പും ബോബി ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സും ഈ ഗ്രൂപ്പ് 162 വർഷത്തെ പാരമ്പര്യമുള്ള ഗ്രൂപ്പാണ്.
ഞാൻ 4ാം തലമുറക്കാരനാണ്. കേരളത്തിൽ എല്ലാവർക്കും ഈ ബ്രാൻഡ് അറിയാം. മാത്രമല്ല 30 വർഷം മുമ്പ് കേരളത്തിൽ ആദ്യമായിട്ട് സൽമാൻ ഖാൻ ഹെലികോപ്റ്റർ തുടങ്ങി. മമ്മൂക്ക, ലാലേട്ടൻ, എല്ലാ നടിമാരൊക്കെ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്ത എന്റെ കടയാണ്. അപ്പൊ അന്നേ തൊട്ടിട്ട് എന്നെ അറിയാം. ഈ സെലിബ്രിറ്റീസ് ഒക്കെ ആയിട്ടുള്ള കോർഡിനേഷൻ ഒക്കെ ഉള്ളതാണ്. അപ്പോ സോഷ്യൽ മീഡിയ ചെയ്തിട്ട് മാത്രം ഇന്നലെ ഞാൻ പൊട്ടിമുളച്ചുണ്ടായതല്ല ഈ ബ്രാൻഡും ഞാനും. പക്ഷെ ഇതുകൊണ്ട് സെയിൽസിനും മാർക്കറ്റിങ്ങിനും ഗുണമുണ്ട്. എനിക്കൊരു തമാശ, എനിക്കൊരു ടൈം പാസ്സാ. ഞാൻ തന്നെ നോക്കി ഞാൻ തന്നെ ചിരിക്കും, അതുപോലെ മറ്റുള്ളവരും ചിരിക്കും. എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നതുകൊണ്ട് എന്താ കുഴപ്പം, അല്ലേ? ഞാൻ ചിരിക്കുന്നു, മറ്റുള്ളവരും ചിരിക്കട്ടെ. നമുക്ക് ചിരിച്ചു മരിക്കാം. എല്ലാ ദിവസവും കരഞ്ഞ് പേടിച്ച് മരിക്കേണ്ട കാര്യമില്ലല്ലോ. ദാറ്റ്സ് ഓൾ ലൈഫ്. ടേക്ക് ഇറ്റ് ഈസി. കാശിന്റെ ഹുങ്ക്. ഒരു 10% ആൾക്കാര് എന്ത് നല്ലത് ചെയ്താലും, അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു പിച്ചക്കാരനായിട്ട് പെട്ടിയെടുത്ത് ഇറങ്ങി. അപ്പൊ അതിനും കുറച്ചു പേര് അയാള് രക്ഷപ്പെട്ടു, അയാള് രക്ഷപ്പെടണം, അതിന് മലയാളികളൊക്കെ സഹകരിച്ചു. ഞാൻ ആദ്യം ഇറങ്ങി. അപ്പോഴും അവിടെ ഒരു വിഭാഗം ആൾക്കാർ അതിനെതിരാണ്. ഒരാളെ രക്ഷിച്ചതാ. അപ്പൊ എന്താ പറയാ, പിന്നെ നിവൃത്തിയില്ല. യേശുക്രിസ്തുവിനും പോലും അല്ലെങ്കിൽ മദർ തെരേസ മറ്റുള്ള അങ്ങനെയുള്ളവർക്ക് പോലും ഫുൾ സപ്പോർട്ട് ഇല്ല. പിന്നെയാണോ ഒരു സാധാരണക്കാരനായ നമ്മളെ ഒരു മനുഷ്യന് കിട്ടാവുന്നതിന്റെ പരിമിതി ആണ്. അപ്പൊ അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല 100%. പിന്നെ കുറെ പേരൊക്കെ ചിലപ്പോ തോന്നും എന്നേലും വലിയ മാർക്കറ്റിംഗ് ഗുരുക്കളാണെന്ന്. കുറച്ചു പേര് ഇതിനെതിരെ പറയും. അപ്പൊ അവരെ ശ്രദ്ധിക്കും. അപ്പൊ അവരെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി പിടിച്ചേലും വലുതാണ് മാളത്തിൽ എന്ന് പറഞ്ഞ പോലെ ചിലപ്പോ അതും ചിലപ്പോ ഒരു അതിബുദ്ധിയായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. നല്ല റീച്ചിലേക്ക് കയറി 2 തെറി പറയാ, അല്ലെങ്കിൽ 2 ഡയലോഗ് അടിക്കുക, അത് പറയുമ്പോ അവരെ ശ്രദ്ധിക്കും എന്നതാണ്. സോഷ്യൽ മീഡിയയിലും വാർത്തകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഇൻസിഡന്റിന് ശേഷവും ആ പരിപാടി നടത്താൻ പാടുണ്ടായിരുന്നോ? ശരിക്കും താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ്? പരിപാടി നടത്തിയത് ശരിയാണോ അതോ നടത്താൻ പാടില്ലായിരുന്നോ? എന്റെ ഒരു ഇതനുസരിച്ചിട്ട് പരിക്ക് പറ്റിയവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ല ചികിത്സ കൊടുക്കുക. പരിപാടി ഭൂരിപക്ഷം ആൾക്കാര് അവിടെ നിൽക്കുന്നവർക്ക് നടക്കണമെന്ന ആഗ്രഹമാണെങ്കിൽ നടത്തുക. നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. കാരണം പരിപാടി നടത്താത്തത് കൊണ്ട് ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാനില്ല. നല്ല ശുശ്രൂഷ കൊടുക്കുക എന്നാണ്. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ഇപ്പൊ ഞാനാണെങ്കിലും ആഗ്രഹിക്കുക, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു അപകടത്തിൽ മരിച്ചു എന്നതുകൊണ്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. എല്ലാവരും എസ് യൂഷ്വൽ ആയിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കണ്ണും എല്ലാ പാർട്സും ആവശ്യമുള്ളവർക്ക് കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം പോലെ കട അടയ്ക്കരുത്, കറുത്തകൊടി കത്തരുത്. ഞാൻ ഇത് കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ വക കാര്യങ്ങളിലൊന്നും എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും. പക്ഷെ അതൊരു വികലമായ കാഴ്ചപ്പാടല്ലേ? എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ പിന്നെ അതിന് ചിരിക്കാൻ പാടില്ല, സന്തോഷിക്കാൻ പാടില്ല, കുറച്ച് നാളത്തേക്ക് ദുഃഖം ആദരിച്ച് അങ്ങനെ. അത് ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ഒരുപാട് വർഷം മുമ്പ്, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഞാൻ കോഴിക്കോടുള്ള സമയത്താണ് ഒരു ബസ് ആക്സിഡന്റ് ഉണ്ടായി കോഴിക്കോട് തൃശ്ശൂർ റോഡില്. അതിലുള്ള ഒരു ന്യൂസ് കണ്ടത്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു സംസാരം. അതില് ഒരാളുടെ കാലൊടിഞ്ഞ് ബസ്സിൽ കിടന്ന് നിലവിളിക്കുക. അപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ ഇയാളുടെ കരച്ചിൽ നിന്നു. പുള്ളി നോക്കിയപ്പോ ഒരു കയ്യും കാലും ഒടിഞ്ഞ ആളെ കണ്ടപ്പോ അയാൾക്ക് തോന്നി ഇതാണ് ബെറ്റർ, ഇത് അത്ര വലിയ പ്രശ്നമില്ലല്ലോ. അയാളുടെ കരച്ചിൽ നിന്നു, ചിരിച്ചു എന്നാ പറയണ. ചിരിച്ചിട്ടുണ്ടാവില്ല, അയാൾ കരച്ചിൽ നിർത്തി ചിരിച്ചു എന്നുള്ള പ്രയോഗം. അപ്പോ നമ്മൾ പറയില്ലേ, ഒരു കണ്ണല്ലേ പോയുള്ളൂ, നിന്റെ 2 കണ്ണ് പോയല്ലോ എന്നാ. അത് ഓരോരുത്തരുടെ കാഴ്ച എന്നോർത്തിട്ട് ദുഃഖം ആചരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അതൊക്കെ ഓരോ രാജ്യത്തിന്റെയും വ്യക്തികളുടെയൊക്കെ കൾച്ചറാണ്, ചിന്താഗതിയാണ്. ചിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടൊരു സൈബർ അറ്റാക്ക് ഉണ്ടായി. അതൊന്നും പാടില്ല എന്ന് പറയുന്നത്
ആ കുട്ടിയെ ചിരിപ്പിക്കാനാണ് ഞാൻ പോണത്. കാരണം അവരെന്നും ദുഃഖിച്ചിരിക്കാൻ പാടില്ലല്ലോ. നമ്മൾ ഉറ്റവരും ഒക്കെ പോകുമ്പോ നമുക്ക് വിഷമം ഉണ്ടാവും, നമ്മൾ കരച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് മറക്കാനുള്ള ഒരു ഇത് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് മാക്സിമം അവരെ എന്റർടൈൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക. അതുകൊണ്ട് എന്നും അവരെ കരയിക്കലല്ലല്ലോ നമ്മുടെ ആവശ്യം. പിന്നെ ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടല്ലോ, എപ്പോഴും അതുണ്ടാവും. കേരളത്തിലേക്ക് ആദ്യമായിട്ട് മറഡോണയെ കൊണ്ടുവന്നൊരു ബോച്ചയാണ്. ഈ അടുത്ത വർഷത്തേക്ക് മെസ്സിനെ കൊണ്ടാണ് ഗവൺമെന്റ് ഭാഗത്തൊരു നീക്കം വരുന്നത്. പക്ഷെ പലരും പറയുന്നത് മെസ്സി പോലെ ഒരു പ്ലെയറെ ഇവിടെ കൊണ്ടുവരാനുള്ള സ്റ്റേഡിയം ഇവിടെ ഇല്ലാന്ന് പലരും പറയുന്നുണ്ട്. അതിനോട് പറയുള്ളത് മെസ്സിയെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു സ്റ്റേഡിയം ബോച്ചെ 1000 ഏക്കറിൽ ഒരു വലിയ സ്റ്റേഡിയം തുടങ്ങണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഗവൺമെന്റ് മെസ്സിയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുവരാം എന്നൊരു ആഗ്രഹമുണ്ട്. മറഡോണ ഉള്ള കാലത്ത് തന്നെ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അർജന്റീനയിൽ പോയി അവിടെയൊക്കെ കണ്ട് സംസാരിച്ച് ഓക്കെ ആയി. ആ സമയത്താണ് മെസ്സിയും മറഡോണയും തമ്മിൽ തെറ്റിയത്. അതുകൊണ്ട് പിന്നെ ഒരു വണ്ടിക്ക് പോയില്ല എന്നായതുകൊണ്ട് അന്ന് അത് മാറ്റി വെച്ചതാണ്. അല്ലെങ്കിൽ അന്ന് രണ്ടുപേരും ഞാൻ ബ്രാൻഡ് അംബാസഡർ ആക്കാനുള്ള പ്ലാൻ ആയിരുന്നു. ആദ്യം കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ ഒരു സ്റ്റേഡിയം പണിത് മുഴുവനാക്കിയതിനു ശേഷം കൊണ്ടുവരാണോ നല്ലത്? ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ കൊണ്ടുവരാണോ? അല്ല, ഞാൻ കൊണ്ടുവരുമ്പോ സ്റ്റേഡിയം സെറ്റ് ചെയ്തിട്ടേ കൊണ്ടുവരുള്ളൂ. ഒരു ഓപ്ഷൻ വയനാടാണ്, അവിടെ ഇഷ്ടംപോലെ ലാൻഡ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എനിക്ക് ഒരു 62 ഏക്കർ ഭൂമിയുണ്ട്. അല്ലെങ്കിൽ ഇനി വേറൊരു ലാൻഡ് വാങ്ങാൻ നോക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു സ്ഥലത്ത് സ്റ്റേഡിയം, അതിനോട് ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഒരു 1 ഡേ സെലിബ്രിറ്റി മാച്ച് വെക്കുക. പിന്നെ അതിനുശേഷം അർജന്റീനിയൻ കോച്ചസിനെയൊക്കെ കൊടുത്തിട്ട് ട്രെയിനിങ് കൊടുക്കുക. അങ്ങനെയൊക്കെ ഒരു നമ്മുടെ കാലത്ത് തന്നെ ഒരു വേൾഡ് കപ്പില് ഇന്ത്യ കളിക്കെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതില് എന്തുകൊണ്ടും കേരളത്തിൽ നിന്ന് കുറച്ച് പേര് ഉണ്ടാവണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അതിനൊക്കെ വേണ്ടി ശ്രമിച്ചു നോക്കണം എന്നൊക്കെ ഉണ്ട്. സ്പോർട്സ് അല്ലേ, ആരെന്ത് ചെയ്താലും ഐ ഡു സപ്പോർട്ട്. തീർച്ചയായിട്ടും നല്ല കാര്യമല്ലേ അത്. കോച്ച് ഒരുപാട് നല്ല പ്രവർത്തികൾ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്കാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു സെയിൽസ് ഗേൾസിൽ ഒരു വീട് തെറ്റി ആയ സമയത്ത് അവിടെ ഫുൾ കടകളൊക്കെ വീട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ആയിട്ട് വരുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമൻസ് വരാറുണ്ട്. ഇപ്പം ഒരു ഹൈപ്പിന് വേണ്ടി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു കൈ ചെയ്യുന്ന വലത് കൈ അറിയാൻ പാടില്ല, അങ്ങനത്തെ ഒരു സിസ്റ്റം ശരിക്കും ഉണ്ട്. അങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നത് നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അല്ല, നമ്മളിപ്പോ എന്ത് ചെയ്താലും കുറച്ച് പേര് അതിനെ ഇതാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരുപാട് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ കാസർഗോഡ് ടു തിരുവനന്തപുരം 812 കിലോമീറ്റർ ഓടുമ്പോൾ ഞാൻ അന്ന് തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി വഴി 13-14 കോടി രൂപയാണ് ചെക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. അന്ന് പോലും അതിനെതിരെ പലരും പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു 100 കോടി രൂപയോളെങ്കിലും എൻ്റെ ഒരു 10-25 വർഷത്തിനുള്ളിൽ ചാരിറ്റിക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളൊന്ന് പ്രതീക്ഷിക്കണം, കുറച്ചു പേരെങ്കിലും നമ്മളെ അത് നെഗറ്റീവായിട്ട് പറയുമെന്ന് നമുക്ക് മനസ്സിലായിട്ട് തന്നെ ചെയ്യണം. അപ്പൊ നമുക്കൊരു വിഷമം അതിലുണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അത് ഹ്യൂമൻ സൈക്കോളജിയാണ്, അത് വേണം. എല്ലാവരും പോസിറ്റീവായ പിന്നെ എന്താണ്, നെഗറ്റീവ് ഉണ്ടാവുമ്പോഴാണ് നമുക്കത് പോസിറ്റീവ് ആക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോ അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, നമ്മളിപ്പോ ആർക്കെങ്കിലും വേണ്ടി ചെയ്യുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവും. അത് കാണുമ്പോൾ നമുക്കൊരു എനർജി മുമ്പോട്ട് പോവാൻ. അത് പൈസ കൊടുത്താൽ കിട്ടില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സുഖം. ബാക്കി സുഖങ്ങളൊക്കെ നല്ലതാണെങ്കിലും ഇത് അതുക്ക് മേലെ കിട്ടുന്ന ഒരു എനർജിയാണ്, ശരിക്കുള്ള ഒരു വികാരമാണ് അത്. അതെനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവർ എന്ത് പറയുന്നതെന്നൊന്നും എന്നെ സംബന്ധിച്ച വിഷയമല്ല. ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കുമ്പോൾ എനിക്കൊരു ഉത്തരവുണ്ട്, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. അത് ധാരാളം മതിയല്ലോ എന്നുള്ളത്. പക്ഷേ ഇതേപോലെ തന്നെ നമ്മുടെ സർക്കാർ പല പദ്ധതികൾ കൊണ്ടുവന്നു. പക്ഷെ ഒന്നും അതിൽ നടപടിയായിട്ടില്ല. പലർക്കും വീട് കൊടുക്കും, വീട് പണി, പല സ്കീമുകളും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ പലതും നടപടിയായിട്ടില്ല. ഇത്രയും ഫണ്ടുകൾ നമ്മൾ ചാരിറ്റിക്കായിട്ട് ഒരാള് ഇടുമ്പോൾ പോലും നമ്മുടെ സർക്കാർ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അവർക്ക് അറ്റ്ലീസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ലേ. ശരിക്കും പറഞ്ഞാല് നാടിനെ നശിപ്പിക്കുക എന്നുള്ള സ്കീമല്ലേ അവർ ചെയ്യുന്നത്.
എന്തായാലും എനിക്ക് ഇവിടെ ഇപ്പൊ അങ്ങനത്തെ ഒരു സ്കീമിന് സ്കോപ്പ് ഇല്ല. കാരണം ഞാൻ ഇന്നുവരെ വോട്ട് ചെയ്തിട്ടില്ല, എനിക്ക് ജാതിയില്ല, മതവും ഇല്ല, ഒന്നുമില്ല. അത് കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റിനെ കുറിച്ചിട്ട് പ്ലസ് മൈനസ് ഒന്നും പറയാനുള്ള ഇതില്ല. പിന്നെ ഓരോ സ്റ്റേറ്റിനും രാജ്യത്തിനും അവരുടേതായ പരിമിതികൾ ഉണ്ടാവും, പ്ലസ് മൈനസുകളൊക്കെ ഉണ്ടാവും. 100% എന്ന് ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോ അത് വേറെ തന്നെ ഒരു ഏരിയ ആയതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ചിട്ട് ഞാൻ പറയാൻ താല്പര്യമില്ല. അതിനെ കുറിച്ചിട്ട് ഇപ്പൊ ഏത് ഗവൺമെന്റ് ആയാലും ഒക്കെ പ്ലസ് മൈനസുകൾ ഉണ്ടാവാറുണ്ട് കുറച്ചൊക്കെ. പിന്നെ നമ്മളൊക്കെ ഗവൺമെന്റ് എന്ന് മാത്രമല്ല എല്ലാവരും ചേർന്ന് പറ്റണ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മുടെയും കൂടെ ഒരു കടമയാണ്. ആര് ഭരിച്ചാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗമാണ്. ഗവൺമെന്റ് മാത്രമായിട്ട് 100% കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യാത്തത്? സ്വന്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടില്ലേ? അതുണ്ട്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ ദുശീലമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും 2-3 പറയാൻ വേണ്ടേ? ശീലായിപ്പോയി. പല ശീലങ്ങളിൽ ഒരു ശീലം എന്നേ ഉള്ളൂ. ശരിക്കും ചെയ്യണം, തെറ്റാണ് എങ്കിലും അങ്ങനെയാണ് ഇതുവരെയുള്ള ഒരു ശീലം. കേരളത്തിലെ മുഴുവൻ പാർട്ടിയോടുള്ള യോജിപ്പാണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാ പാർട്ടിക്കാരോടും എല്ലാവരുമായിട്ട് വളരെ അടുപ്പാണ്. എനിക്ക് അങ്ങനത്തെ വികാരങ്ങളില്ല. ഇപ്പോ ഇന്ന പാർട്ടി, ജാതി, മതം, എന്റെ ജാതി മനുഷ്യജാതി, മതം സ്നേഹമതം, അങ്ങനെ ഉള്ള യാതൊരു വികാരങ്ങളും എനിക്കില്ല. നമ്മളുടെ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, അതാണ് നമ്മുടെ ഒരു ഇത്. അങ്ങനെയാണ് യൂസ്ഡായി. അതാണ് അതിന്റെ ഒരു ഭാഗം. തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്, പക്ഷെ ചെയ്തിട്ടില്ല ഇതുവരെ. ഇനി തോന്നിയാ ചെയ്യണം. എല്ലാവരും ചീഫ് ഗസ്റ്റ് ആണ്, എല്ലാവരും സെലിബ്രിറ്റീസ് ആണ്. അങ്ങനെ പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആവുമ്പോ അങ്ങനത്തെ ഒരു സ്കോപ്പ് ഇല്ല. കാരണം വെച്ചാൽ ഒരു ആഘോഷമാണ്, എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ആഘോഷമാണ്. അപ്പോ ആ കറക്റ്റ് ടൈമിങ് അവിടെ DJ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോ എല്ലാവരും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആഘോഷിക്കുമ്പോൾ അവിടെ ഒരു സ്പേസ് എടുത്തിട്ട് നമുക്ക് പ്രസംഗമോ മറ്റു കാര്യങ്ങൾക്കോ അങ്ങനത്തെ ഒരു അങ്ങനെയാണ് പലരും അഭിപ്രായം പറഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ചു മന്ത്രിമാരെയോ അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെയുള്ളവരൊക്കെ വിളിക്കണോ എന്നുള്ള വെച്ചപ്പോൾ പലരും പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിനുള്ളൊരു ടൈം ഗ്യാപ്പ് അല്ലെങ്കിൽ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം എടുത്തത്. അങ്ങനെ പിന്നെ നമ്മുടെ സ്ക്രാച്ച് ആൻഡ് വിൻ വരുന്നുണ്ട്. ബോച്ചെ ബ്രഹ്മി ടീ, എന്റെ ബുദ്ധിയുടെയും ഓർമ്മശക്തിയുടെയും രഹസ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്ഷനോട് കൂടി ബ്രഹ്മി ടീ, അതിന്റെ ലോഞ്ച് ഉണ്ട്. ഈ 31 തന്നെയാണ് അതിനിടയ്ക്ക് വെച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതില് ചുരണ്ടി നേടാം ഉടൻ പണം എന്നതാണ് അതിന്റെ ക്യാപ്ഷൻ. മറ്റേത് ബോച്ചെ ലക്കി ഡ്രോ ഉണ്ട്, ടീ ഉണ്ട്, അത് ഡെയിലി നടക്കുന്നുണ്ട്. രാത്രി 10:30 നറുക്കെടുപ്പ്. 37 കോടി ഞാൻ നൽകി കഴിഞ്ഞു. 18 ലക്ഷം പേർക്ക് പ്രൈസ് കിട്ടി. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നറുക്കെടുപ്പില്ലാതെ ചായപ്പൊടി വാങ്ങുമ്പോ അതിൽ കൂപ്പൺ ഉണ്ട്. സ്ക്രാച്ച് ചെയ്താൽ അപ്പൊ തന്നെ കാണാം 10 ലക്ഷം ആണോ, ഫ്ലാറ്റ് ആണോ, കാറാണോ, 10,000 ഉറുപ്പിയാണോ, വാട്ട് എവർ ദ ക്യാഷ് അപ്പൊ തന്നെ അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിലുള്ള ഒരു പ്രത്യേകത എല്ലാവർക്കും സമ്മാനങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ഭാഗ്യപരീക്ഷണോ നറുക്കെടുപ്പോ ഇല്ല. ചിലവർക്കൊക്കെ ചിലപ്പോ 200 രൂപയുടെ ബോച്ചെ പാനീയം വൈപ്പിൻ ബോച്ചെ പബ്ബിൽ നിന്നോ ബാംഗ്ലൂർ ബോച്ചെ പബ്ബ് ക്ലബ്ബ് ഇതിൽ നിന്നൊക്കെയോ കിട്ടും. അപ്പോ ഈ ചായപ്പൊടിയും കിട്ടും, ചെറിയ പൈസക്ക് അതിന്റെ ഇരട്ടി മൂല്യമുള്ള ബോച്ചെ പാനീയം വീശാനും പറ്റും. അങ്ങനെയൊക്കെയുണ്ട്. അപ്പൊ നഷ്ടം ഒരിക്കലും ഉണ്ടാവില്ല. എങ്ങനെ പോയാലും ചായപ്പൊടിയും അതിന്റെ ഇരട്ടിയും മൂല്യമുള്ള സാധനങ്ങളും പ്ലസ് ആയിരക്കണക്കിന് ക്യാഷ് പ്രൈസുകളും ലക്ഷക്കണക്കിന് രൂപ ഒക്കെ ഉള്ള ഒരു സ്പെഷ്യൽ സാധനമാണ് ഇറക്കാൻ പോകുന്നത്. ലോഞ്ച് ചെയ്യുന്നത് 31-ാം തീയതി ഈ ഫംഗ്ഷൻ ഇടയ്ക്ക് വെച്ചിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ശരിക്കും കേരളത്തിൽ അതുപോലത്തെ ഒരു കൾച്ചർ വരുന്ന സമയം കഴിഞ്ഞില്ല. കാരണം
നമ്മൾ യുവാക്കളെ ഇങ്ങനെ അടച്ചു കെട്ടി വളർത്തുന്നതുകൊണ്ടാണ് അവർ ഇങ്ങനെ ശ്വാസം മുട്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഗ്യാപ്പ് ഇട്ട് പുറത്തു പോകാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ആ കൾച്ചറോട് മാറുന്ന സമയം കഴിയും. പബ്ബുകൾ പോലത്തെ അഡ്വാൻസ് ആയിട്ടുള്ള കൾച്ചറിന് വരുന്ന സമയം കഴിയില്ലേ? അതെ, വരേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറയുന്നു, വന്ന് തുടങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും വരണം. നമ്മളൊന്നും റിസ്ട്രിക്ട് ചെയ്യരുത്. നമ്മൾ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ തോന്നും, അങ്ങോട്ട് നോക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കും. അതാണ്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വളരെ കറക്റ്റാണ് താങ്കൾ പറഞ്ഞത്. ഫ്രീഡം വേണം. കുറച്ചൊക്കെ ആയി വരുന്നുണ്ട്. ഇപ്പൊ ലിവിങ് ടുഗദർ കണ്ടമാനായി വരുന്നുണ്ട്. നമ്മുടെ കുറെ പിള്ളേരൊക്കെ നമ്മളെ കാണുമ്പോ ഭയങ്കര അപ്രിഷിയേറ്റ് ചെയ്യും. ബോച്ചെ കാരണം ഇപ്പോ ഞങ്ങളൊക്കെ ഭയങ്കര ഫോർവേഡാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാള് ശോഭ സിറ്റി മോളിന്റെ അവിടെ വെച്ചിട്ട് ഒരു കപ്പിളിനെ കണ്ടു. പിന്നെ പലപ്പോഴും വന്നിട്ട് ഭയങ്കര ഫോട്ടോ ഒക്കെ എടുത്ത് ഷെയ്ക്കിന്റെ ഒക്കെ തന്നു. അപ്പൊ അവര് കൈ പിടിച്ച് നടക്കുകയാണ്, തോളില് കൈയൊക്കെ ഇട്ടിട്ട്. ഞങ്ങളിപ്പോ ഇങ്ങനെയൊക്കെയാ നടക്കുന്നത്, ധൈര്യം ബോച്ചയുടെ എന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ ഇങ്ങനെ കൈയിട്ട് നടക്കാറില്ലല്ലോ. അങ്ങനെയല്ല, ബോച്ച വീഡിയോ ചെയ്യുന്നു, പലതും പറയുന്നു. അപ്പോ അതൊരു ഇൻസ്പിറേഷനാണ് ഞങ്ങൾക്ക്. നല്ല ധൈര്യത്തിൽ എന്തിനാ ഒളിവിലും മറയിലും പോയിട്ട് ചെയ്യണേ? അങ്ങനെ ഒരു പകൽമാന്യനാവണേലും നല്ലത് ഉള്ളത് ചങ്കുറ്റത്തിൽ ധൈര്യമായിട്ട് ഓപ്പണായിട്ട് ചെയ്യല്ലേ നല്ലത് എന്ന ആ ഡയലോഗുകളും പലതൊക്കെ ഞങ്ങൾക്ക് ഇൻസ്പിറേഷനാണ്. അപ്പോ പക്ഷെ അതേസമയം തന്നെ പേരൻസ് തന്നെ കാണുമ്പോ ബോച്ചെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നോണ്ട് പിള്ളേരോട് ഇപ്പൊ ഒന്നും പറഞ്ഞുകൂടാ. എന്തെങ്കിലും പറഞ്ഞ ബോച്ച ഇങ്ങനെയാണല്ലോ പറഞ്ഞേ, ബോച്ച അങ്ങനെയാണല്ലോ ചെയ്യുന്നത് എന്ന് പറയുമ്പോ ഞങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, കുറച്ച് ഫ്രീഡം ഒക്കെ കൊടുക്കുന്നത്, ഇങ്ങനെ പൂട്ടിയിട്ടിട്ടൊന്നും വളർത്തണ്ട, അവര് വളരട്ടെ, അവർക്ക് അതിനുള്ള തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവെ ഞാൻ പ്രൊമോട്ട് ചെയ്യാണ്. മറ്റേതൊരു കളവ് കുറ്റം പോലെ മറവിൽ ചെയ്യുന്നത് കുറ്റമാണ്. ഒക്കെ രണ്ടുപേർക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? കോടതിയൊക്കെ പറയുന്നത് അത് തന്നെയല്ലേ. അതാണ്, അങ്ങനെയാണ് അതിന്റെ. അപ്പൊ ശരിയാണ്, തീർച്ചയായിട്ടും ഫ്രീഡം വേണം, ഇവിടെ എല്ലാം വരണം, നൈറ്റ് ലൈഫ് വരണം. നമ്മളിപ്പോഴും ആൾക്കാർ ഗോവയ്ക്കും ബാംഗ്ലൂർക്കും പോവാണ് ഇവിടുന്ന്. ഇത്ര നല്ല സ്ഥലം, കടലും പുഴയും ഒക്കെ ആയിട്ടുള്ള ഒക്കെ. പക്ഷെ ആയി വരാനായിട്ട് ഗവൺമെന്റ് വരുമ്പോ ഒരു വിഭാഗം ആൾക്കാർ അതിനെ എതിർക്കുക എന്നതാണ്. എതിർക്കുന്നവരും ഇത് ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ എന്താണ് ആ ഒരു സിസ്റ്റം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഒരു സിസ്റ്റമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാറുമെന്ന് വിശ്വസിക്കുന്നു. അതെ, മദ്യമാണ്. അവർക്ക് കൊടുക്കില്ല കൂപ്പൺ. ഈ ടിക്കറ്റായിട്ട് അവിടെ ചെല്ലുമ്പോ അവിടെ ID കാർഡ് കാണിച്ചിട്ട്, അത് ഈ KTDC ബാർ ഉണ്ടല്ലോ അതിന്റെ മുമ്പില്, അവിടെയാണ് അറേഞ്ച്മെന്റ്സ്. ചിലപ്പോ ഇവിടെയും, അതിപ്പോ കുറച്ച് കഴിഞ്ഞാൽ അറിയാം, മിനി ടൂറിസ്റ്റ് ഹോമിലും ലൈസൻസ് എടുത്തിട്ട് ഇവിടെ ചെയ്യുന്നുണ്ടെന്നും കൂടിയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല അതിനെ കുറിച്ച്. ഏജ് നോക്കിയിട്ടേ കൊടുക്കുള്ളൂ, അല്ലാത്തവർക്ക് കൊടുക്കില്ല. 2 എണ്ണം പൊതുവെ എപ്പോഴും പറയാല്ലേ, ഒരു 2 എണ്ണം അടിച്ചിട്ട് വരാന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ 2-ന് എപ്പോഴും ഒരു ഇരട്ടിയാണല്ലോ എന്നുള്ളത്. പിന്നെ അമിതമായാൽ അമൃതം വിഷാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും ഒരു ലെവലൊക്കെ വേണം, കൺട്രോളൊക്കെ വേണമല്ലോ. ഇപ്പോഴത്തെ യൂത്തന്മാരെങ്ങനെയാണ് കയ്യിലെടുക്കുന്നത്? കാരണം ഈ ബോച്ചയുടെ പ്രായമുള്ളവരൊക്കെ എല്ലാരും പറയുന്നത്, സോഷ്യൽ മീഡിയ പറയുന്നത് തന്ത വൈകുന്ന പേരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇപ്പത്തെ എങ്ങനെ ഫീൽ ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ ഏത് സൈസും ഉണ്ട്. ആർക്ക് പറ്റിയ ട്രൗസറും ഞാൻ അടിക്കും എന്നതാണ്. അതുകൊണ്ട് 1-ാം ക്ലാസ് തൊട്ട് 90 വയസ്സ് വരെയുള്ള ആൾക്കാർ എന്റെ ഫാൻസ് ആണ്, ലക്ഷക്കണക്കിന് പേര്. എന്റെ ഏറ്റവും വലിയ സന്തോഷം ഇവരെന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു കാര്യമല്ലേ. അപ്പൊ അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതാണ് ഈ സ്നേഹം കിട്ടാന്നുള്ള. ചെറിയ ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികൾ ഒരുപാട് പിള്ളേര് 1-ാം ക്ലാസ് 5-ാം ക്ലാസ് അങ്ങനെ തുടങ്ങി ഒരുപാട് പേര് വന്നിട്ട് എന്നോട് പറയാം, എനിക്കിഷ്ടമാണ്, ഐ ലവ് യു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് കാശ് കൊടുത്താൽ കിട്ടാത്തൊരു ഫീലിംഗ് ആണ് അത്. 2025 കടക്കുമ്പോൾ ബോച്ചെ ഫാൻസിനോട് ബോച്ചയ്ക്ക് എന്താണ് പറയാനുള്ളത്? 2025 കടക്കുമ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ആക്റ്റീവ് ആവണം. നമ്മൾ ഓരോ വർഷം കഴിയും തോറും നമ്മൾ
പുരോഗമന ചിന്താഗതിയിലേക്ക് കടക്കണം. പുതിയ വർഷത്തിൽ പുതിയതായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നോർത്തിട്ട് പഴയതിനെ വിട്ട് പുതിയതിനെ പിടിക്കാന്നല്ല ഉദ്ദേശിച്ചത്. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോ പുതിയതായിട്ട് എന്ത് ചെയ്യാം. ഞാനും അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ എന്താണ് പുതിയതായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. പുതുമ എല്ലാവരും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും പഠിപ്പിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഈവൻ സോഷ്യൽ മീഡിയ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ മുമ്പിൽ കാണുന്നതിലൊക്കെ അവസരങ്ങളുണ്ട്. ആ പുതുമകൾ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അബ്ദുറഹിമിന്റെ ഇങ്ങനെ നീണ്ടു പോവാ. ഞാൻ അവിടെ വിളിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവര് പറയുന്നത് സൗദി അല്ലേ, അപ്പോ പിന്നെ ഒരു മലയാളി എന്നൊക്കെ പറയുമ്പോ അവരെ സംബന്ധിച്ച് ഇത്ര വലിയൊരു സംഭവമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അവര് ആ ഒരു ലെവലിലേ എടുക്കുള്ളൂ. അങ്ങനെ എന്തായാലും ഞാൻ ചോദിച്ചു, ഇനി തല വെട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അതെന്തായാലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി വൈകിയാലും എത്തുന്നുള്ള സമാധാനമുണ്ട്. പിന്നെ പല കഥകൾ അതിനിടയ്ക്ക് അത് കേൾക്കുന്നു. യാഥാർത്ഥ്യങ്ങൾ അറിയാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. അതില് പല കച്ചവടങ്ങളുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പലതും പറയുന്നു. എനിക്കറിയാത്തത് കൊണ്ട് അതൊന്നുമില്ല. എന്തായാലും ഇവിടെ എത്തും. വലിയൊരു സംഭവം. എൻ്റെ ജീവിതത്തില് നാളെ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, ബോച്ചയുടെ ഏറ്റവും വലിയ സന്തോഷം സങ്കടവും എന്താണ് ജീവിതത്തിൽ എന്ന് ചോദിച്ചു. നമ്മൾ ഇപ്പോ ചോദിച്ചാൽ ഏറ്റവും വലിയ സന്തോഷം ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കല്ല, രക്ഷിക്കാൻ വേണ്ടി ഒരു കാരണക്കാരനാവാൻ സാധിച്ചു. അത് വലിയൊരു സന്തോഷമാണ്. കാശുകൊണ്ട് എല്ലാം പറ്റും, പക്ഷെ ചില സമയത്ത് അത് പറ്റില്ല. അത് ഒരു ഭാഗ്യം കിട്ടി അതിന് വേണ്ടി ഇറങ്ങാൻ, അത് വലിയൊരു സന്തോഷം എന്നെ സംബന്ധിച്ചിട്ട്. അതാണ് ഒരു സന്തോഷം. സങ്കടം നമ്മൾ ചെയ്യാത്ത കുറ്റം ആരോപിക്കപ്പെടുമ്പോ ഉണ്ടാവുന്നതാണ് ഉള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ അബ്ദുറഹിമിന് ഞാൻ 1 കോടി രൂപ കൊടുത്തു. ആദ്യത്തെ ദിവസം ഞാൻ ഈ ഒരു യാചകയാത്ര ബോക്സ് എടുത്തിട്ട് പിരിവിനിറങ്ങി 3-4 മണിക്കൂർ പിരിച്ച് ഒരു 70,000 രൂപ എനിക്ക് കിട്ടി. അപ്പോഴേക്കും ബോച്ചെ ഫാൻസ് എന്ന് പറഞ്ഞ് പല ജില്ലകളിലും പെട്ടിയെടുത്തിട്ട് ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങി. അന്വേഷിച്ച് നോക്കുമ്പോൾ കുറേയൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി കളക്ഷൻ തട്ടിപ്പ് നടക്കും, പലരും എന്റെ കൺട്രോളിൽ നിൽക്കില്ല. അപ്പൊ തന്നെ ഞാൻ യാചന നിർത്തി. എന്നിട്ട് പിന്നെ സ്റ്റിക്കില് QR കോഡ് വെച്ചിട്ട് ഞങ്ങൾ ഒരുപാട് പേര് പല ജില്ലകളിലും അതിലേക്ക് ഇടാൻ പറഞ്ഞു. അത് അബ്ദുറഹിമിന്റെ സഹായ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് എടുത്ത പൈസ. ഞാൻ കൈകൊണ്ടിട്ട് തൊടണ്ട എന്ന് വിചാരിച്ചു. അപ്പൊ 70,000 രൂപ എന്റെ കയ്യിലുണ്ട്. 1 കോടി ഞാൻ കൊടുത്തു, എന്റെ അമ്മ 1 കോടി കൊടുത്തു, പിന്നെ അത് പിരിച്ചു. അപ്പോഴേക്കും പറയാണ്, ബോച്ചെ തട്ടിപ്പ് നടത്തി. ബോച്ചെ പിരിച്ചത് എത്ര കോടി? ഇത് 4 മണിക്കൂറെ പിരിച്ചിട്ടുള്ളൂ. എത്ര കോടി പിരിച്ചു, എത്ര കോടി കൊടുത്തു, എത്ര കോടി തട്ടിച്ചു? അല്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഇതൊക്കെ വരുന്ന അറിഞ്ഞിട്ട് തന്നെയാണ്. ആദ്യമായിട്ടാണ് പിരിവെടുക്കണേ ലൈഫില്. മറ്റേത് ഞാൻ എന്റെ ലാഭത്തിൽ നിന്നേ കൊടുക്കുള്ളൂ. അങ്ങനെയാണ്. അപ്പോ ഇങ്ങനെ ഉള്ള എന്റെ ജീവിതത്തിൽ ഒരു കളവോ തട്ടിപ്പോ വെട്ടിപ്പോ ഞാൻ നടത്തിയിട്ടില്ല. ബാക്കി ചില്ലറ ശീലങ്ങളൊക്കെ ഉണ്ട് എന്റെ പേഴ്സണൽ കാര്യം. പക്ഷേ സാമ്പത്തിക മേഖലയിൽ ഇന്ന് വരെ ഒരാളെ പറ്റിച്ചു എന്ന് ഒരാൾ പറയില്ല. അതെന്റെ ഫാദർ, ഞാൻ ആ ഒരു ക്വാളിറ്റി ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള സമയത്തും ഇതുപോലെയൊക്കെ ആരോപിക്കുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ഒരു വിഷമം അല്ലെ, അതാണ്. അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ വരാറുണ്ട്. എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമല്ല, അനുഭവിക്കാനാണ് ഇഷ്ടം. സിനിമയിൽ ഒരുപാട് അവസരം വന്നിട്ടുണ്ട്, പക്ഷെ അഭിനയിച്ചിട്ടില്ല. എന്തോ അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ മന്ത്രിയാവില്ല, നടനാവില്ല, അങ്ങനെയൊക്കെ. പിന്നെ അതിന്റെ കാരണം അഭിനയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഭയങ്കര കഷ്ടപ്പാട് എന്തൊക്കെ കാണണം. ഞാൻ 1-2 ഷൂട്ടിംഗ് കണ്ടപ്പോ ഞാൻ തീരുമാനിച്ചു, ഇപ്പൊ ഒരു ഷോർട്ട് കട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ചാൻസ് നോക്കുന്നുണ്ട്. AI വെച്ചിട്ട് നമ്മൾ അഭിനയിക്കാതെ തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ബാക്കി AI വഴി ചെയ്യാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മറഡോണേനെയും ബ്രൂസ്ലീനെയും ഒക്കെ വെച്ചിട്ട്, ബ്രൂസ്ലിയുടെ പെർമിഷൻ ആയിട്ടില്ല, ഐ എം ട്രൈങ്, 3 സൂപ്പർ ഹീറോസ് വെച്ചുകൊണ്ട് ഒരു
ഇങ്ങനെ ഒരു ലീഡിങ് OTT പ്ലാറ്റ്ഫോമിൽ കുറച്ച് 2-3 വർഷത്തേക്ക് പോകാനുള്ള നല്ല അടിപൊളി ഒരു കഥയുണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. നോക്കട്ടെ എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ ചിലപ്പോ ഒരു സൂപ്പർ ഹീറോ ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ലക്കം അവിടെ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കണമെന്നുണ്ട്. പക്ഷെ അഭിനയിക്കണ്ട, അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഈ സമാധാനത്തിന്റെ പ്രതീകമായിട്ടാണ് വൈറ്റ് ഡ്രസ്. സമാധാനത്തിന് ആയിട്ടല്ല, ഇത് എന്റെ ഗ്രാൻഡ് ഫാദർ യൂസ് ചെയ്തിരുന്നതാണ്. അപ്പൊ അങ്ങനെ ആളോടുള്ള ഇഷ്ടം കൊണ്ട് അത് ഇടാൻ തുടങ്ങി. എന്നെ ശീലമായതപ്പോ ഒട്ടിപ്പിടിച്ചു. മാത്ത് കംഫർട്ടാണ് നല്ല. ഇപ്പൊ ഇടയ്ക്കൊക്കെ പാൻറ്റൊക്കെ ഇങ്ങനെ ഇടുമ്പോ ഒക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ടൈറ്റ് ഇതൊക്കെ ഇടുമ്പോ ഒരു സഫോക്കേഷൻ, യൂസ്ഡ് ആയതിന്റെ ഒരു ഇതാണല്ലോ. ഇതാകുമ്പോ AC/DC എന്നൊക്കെ പറയണ പോലെ വളരെ ഫ്രീ ആണ്. കാറ്റുകടക്കലും ഒക്കെ ആയിട്ട് സുഖമാണ്. പിന്നെ ഒരു ഐഡന്റിറ്റി ആണ്. എവിടുന്ന് കണ്ടാലും അറിയാൻ, 1 കിലോമീറ്റർ കണ്ടാലും. പിന്നെന്താ, ചിലയിടത്തൊക്കെ ചെല്ലുമ്പോ പിച്ചക്കാരൻ വരുന്നു എന്നുള്ള പോലെ കാണുന്നുണ്ടാവും. എന്നാലും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടെ കൽക്കട്ടയിലെ ഒരു ബാറിൽ പോയപ്പോ അവിടെ ബീർ ഓർഡർ ചെയ്തപ്പോ ആദ്യം വന്ന് കാശ് വാങ്ങി. അപ്പൊ ഞാൻ അപ്പുറത്തുള്ളവരോടൊക്കെ ചോദിച്ചു, ഇതെന്താ ആദ്യം കാശ് ചോദിക്കുന്നത്, നിങ്ങൾ അങ്ങനെയാണോ? അല്ല, ഞങ്ങളൊക്കെ ലാസ്റ്റ് കൊടുക്കണേന്നുണ്ട്. അപ്പൊ ഈ കുടിയന്മാരൊക്കെ എപ്പോഴും ഒരു ഐക്യാവൂല്ലോ പെട്ടെന്ന്. ഞാൻ കുടിയനൊന്നല്ല, ഒരു ലിമിറ്റഡ് വേയിലുള്ള, അല്ലാണ്ട് ഓവർ കുടിക്കുന്ന ആളൊന്നല്ല. ഇച്ചിരി ഒരു ബീർ അടിക്കുക, അല്ലെങ്കിൽ ഇച്ചിരി അങ്ങനെ ചെറിയ രീതിയിലുള്ള പരിപാടി. അപ്പോ വെയിറ്ററുടെ അടുത്ത് ചോദിച്ചപ്പോ ഇല്ല ഒന്നുമില്ല അങ്ങനെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ കണ്ടപ്പോ അവിടെ റിക്ഷ ഉണ്ടല്ലോ, സൈക്കിൾ റിക്ഷ ഉണ്ട്. അതൊക്കെ മിക്കവാറും ഇതുപോലത്തെ മുണ്ടെടുത്ത ആൾക്കാരാണ്. അപ്പൊ അവര് വന്നിട്ട് കാശ് തരാണ്ട് പോവും എന്ന് ഓർത്തിട്ടാണ് അഡ്വാൻസ് ആയിട്ട് കാശ് എന്റെ എന്ന് വാങ്ങിച്ചു. അപ്പൊ അങ്ങനെ ചില സ്ഥലത്ത്, അറിയപ്പെടാത്ത സ്ഥലത്തൊക്കെ നമ്മളൊരു പിച്ചക്കാരന്റെ പോലെയൊക്കെ കാണാറുണ്ട് അനുഭവങ്ങളൊക്കെ. സൗന്ദര്യം തിരിഞ്ഞു നിൽക്കുമ്പോഴാണോ ഇങ്ങനെ നോക്കുമ്പോഴാണോ? സൗന്ദര്യം ഇത് മനസ്സിന്റെ സൗന്ദര്യമാണ്. ഭയമില്ലാതെ ജീവിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ പറ്റാവുന്ന നന്മകൾ ചെയ്യുക. പിന്നെ അറിവിലൂടെയാണ്, ഭയമാണ് നമ്മളെ പരാജയത്തിലേക്ക് നയിക്കുന്നത്, ധൈര്യമാണ് വിജയത്തിലേക്ക് നയിക്കുന്നത്. അപ്പോ വിജയം ആണ് സന്തോഷത്തിലേക്ക് എത്തുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്ന സന്തോഷമാണ്. വിജയം ഉണ്ടാകുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുന്നത്. വിജയിക്കണമെങ്കിൽ അറിവുണ്ടാവണം. എന്താണ് അറിവ് എന്ന് വെച്ചാൽ പേടിക്കാതെ ജീവിക്കണം. എങ്ങനെ പേടിക്കാതെ ജീവിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ജസ്റ്റ് ബോൺ ടു ഡൈ. നമ്മളൊക്കെ ചാവാൻ വേണ്ടി ജനിച്ച സത്യമാണ്. അത് ഒരു ദിവസം സംഭവിക്കും. എന്നും പേടിച്ച് മരിക്കണ്ട എന്നതാണ്. അപ്പോ നമ്മൾ ഉള്ളതുകൊണ്ട് സംതൃപ്തിയിൽ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. ചില ദിവസങ്ങൾ മോശമായിരിക്കും, ചില ദിവസങ്ങൾ നല്ലതായിരിക്കും. ആ ഒരു അറിവ്, പ്രകൃതിയെ കുറിച്ചുള്ള അറിവ്. പ്രകൃതി പോലും അപ്പ് ആൻഡ് ഡൗൺ ആണ്, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആണ്. പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട്, സുനാമി കാലം, ലാൻഡ് സ്ലൈഡിങ് കാലം, അങ്ങനെ പ്രകൃതി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മനുഷ്യനായാലും ജനിച്ചാൽ മരിക്കും, സുഖം ഉണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ഒരു അപ്പ് ഉണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും എത്ര സാധാരണക്കാരനാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടക്കില്ല എന്ന തിരിച്ചറിവ്, സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടാവും എന്ന തിരിച്ചറിവ്. അതുകൊണ്ട് ദുഃഖം വരുമ്പോഴും സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യുക, സുഖം വരുമ്പോഴും അക്സെപ്റ്റ് ചെയ്യുക. ഏത് ലെവലിലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ചങ്കുറ്റം, ധൈര്യം ഉണ്ടാവുക, അറിവിലൂടെ നേടുക. ഓവർ ടെൻഷൻ അടിച്ചിട്ട് ഇപ്പൊ പലരും പേടിച്ച് ആത്മഹത്യ ചെയ്യുക, ഭയങ്കര ഭീരുത്വം, പേടി, ടെൻഷൻ, ഓവർ ടെൻഷൻ, എല്ലാ സോക്കേടും വരുത്തി വെക്കുക, ഇതൊക്കെയാണ്. അപ്പൊ ധൈര്യത്തില് സന്തോഷമായിട്ടുള്ളത് കൊണ്ട് മുമ്പോട്ട് പോകാൻ പഠിക്കുക. പിന്നെ ആരോഗ്യം സൂക്ഷിക്കുക, ദിവസേന വ്യായാമം ചെയ്ത് വിയർക്കുക, വെള്ളം കുടിക്കുക, പച്ചവെള്ളമാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഒരു 8 മണിക്കൂർ ഉറങ്ങുക, നല്ല ധൈര്യത്തിൽ ജീവിക്കുക. ഇത്രയും കാര്യങ്ങളാവുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ല, നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവാം. ഒരു 10-25 വർഷമായിട്ട് എനിക്ക് യാതൊരു മാറ്റവും ഇല്ല. ഒരു 25 വയസ്സിൽ ചെയ്ത അതേ കാര്യങ്ങളൊക്കെ ഇതേപോലെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. വയസ്സങ്ങോട്ട് കൂടുന്നില്ല. അതാണ് വെരി സിമ്പിൾ. സൗന്ദര്യമൊന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.